الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين أجمعين. الحمد لله الذي شرع الدين ويسره وخلق الإنسان فقدره، عالم الغيب والشهادة الكبير المتعال، أحمده سبحانه وأشكره، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهديه إلى يوم الدين. فيا عباد الله، أوصي بنفسي وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو ليجمعنكم إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില കോണുകളിലും പ്രപഞ്ച സൃഷ്ടാവായ പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഹ്സിനീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഇവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മരണശേഷം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പരലോകത്ത് വെച്ച് തന്നെ ചില ശിക്ഷകൾ മനുഷ്യരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചില ആളുകളെ അനുഭവിപ്പിക്കും. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഉണർത്താനുള്ളത്. നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പരലോകത്ത് വെച്ച് ശിക്ഷ അനുഭവിക്കുന്ന ചില ആളുകൾ. ആരാണത്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്, ഈമാനുള്ള ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ട് പരലോകത്ത് വെച്ചുകൊണ്ട്, ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അപമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഈ വിശ്വാസികളായ ആളുകളെയാണ്, മുഅ്മിനീങ്ങളായ ആളുകളെയാണ്. കാരണം സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, ചില പ്രവർത്തനങ്ങൾ ഈ മുഅ്മിനിന്റെ ഭാഗത്ത് നിന്ന്, ഈ മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു. അതുകൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരലോകം എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ശിക്ഷ അനുഭവിപ്പിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴായി കേട്ട ഒരു സംഭവമാണ് ഒന്നാമത്തേത്. ആരാണ് ആ ഒന്നാമത്തെ വിഭാഗം? നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അനുഭവിപ്പിക്കുന്ന വിഭാഗം, ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് അത് പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നിർബന്ധമായി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ സക്കാത്ത് എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട ആ ഒരു കർമ്മം അത് നൽകാത്തവരാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാഹു അല്ലാഹു മാല, അതായത് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് സക്കാത്ത് നിർവഹിക്കാത്ത ആളുകൾ, അതിന്റെ അവകാശികൾക്ക് നൽകാത്ത ആളുകൾ, നാളെ പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ സക്കാത്ത് അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഫലം യുഅദ്ദി സകാതഹു മുത്തില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറഉ ലഹു സബീബതാനി. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഒരു സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സർപ്പത്തിന്റെ രൂപത്തിലേക്ക് അതിനാക്കി മാറ്റും. ആ സർപ്പത്തിന് 2 പുള്ളികൾ ഉണ്ടാകുമെന്ന് പ്രത്യേകം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ആ 2 പുള്ളികളുള്ള സർപ്പം? ഏറ്റവും കൂടുതൽ വെനമുള്ള, ഏറ്റവും കൂടുതൽ വിഷമുള്ള, അതിന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ആ 2 പുള്ളികളിലെ സബീബത്താനി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അങ്ങനത്തെ ആ ഒരു സർപ്പത്തിന്റെ രൂപത്തിലേക്ക് അവന്റെ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി മാറ്റും. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, എന്നിട്ട് കഴുത്തിൽ ആ സർപ്പത്തെ ചുറ്റപ്പെടും എന്നുള്ളതാണ്. തീർന്നില്ല, തുമ്മ യഖുദു ബിൽഹിസ്മതൈഹി, എന്നിട്ട് ആ മനുഷ്യന്റെ കവിളത്ത് അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅനി ശിദ്ഖൈഹി തുമ്മ യഖൂലു അന മാലുക അന കൻസുക, ഇത് നിന്റെ ശേഖരമാണ്, ഇത് നിന്റെ സമ്പത്താണ്, നിന്റെ ശേഖരമാണ്. ഇത്രയും കാലം നീ കൊടുക്കാതിരുന്ന നിന്റെ വെള്ളിയുടെ ആവട്ടെ, സ്വർണത്തിന്റെ ആവട്ടെ, പണത്തിന്റെ ആവട്ടെ, കച്ചവട വസ്തുക്കളുടേതാവട്ടെ, ഏത് മേഖലകളിലൂടെയാണ് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു നിഅമത്ത് തന്നിട്ടുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് തന്നിട്ടുണ്ട് എങ്കിൽ, അത് ഏത് വിധേനയാണെങ്കിലും എന്റെ സഹോദരിമാരടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കൊരു പരിധിയുണ്ട് സ്വർണം ആഭരണങ്ങൾ ധരിക്കുന്നതിന്. അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ആ സ്ത്രീകളാണെങ്കിലും ആ പുരുഷന്മാരാണെങ്കിലും ആരായിക്കോട്ടെ, എത്ര വലിയ നേതാവാണെങ്കിലും മതത്തിന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നാളെ പരലോകത്ത് ഇതിന്റെ പേരിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, സൂറത്തു ആലു ഇംറാനിലെ 180ാമത്തെ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير له. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട്, നിനക്ക് കന്നുകാലികളിലായിക്കൊണ്ടും നിന്റെ സമ്പത്തിലായിക്കൊണ്ടും നിന്റെ പണത്തിലായിക്കൊണ്ടും സ്വർണത്തിലായിക്കൊണ്ടും വെള്ളിയിലായിക്കൊണ്ടും മറ്റിതര വസ്തുക്കളിലായിക്കൊണ്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തന്നു. പക്ഷേ നീ പിശുക്കി പിടിച്ചു, നീ കൊടുക്കാതെ മുറുക്കി പിടിച്ചു. നിന്റെ അപ്പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നു, അവകാശികൾ ഉണ്ടായിരുന്നു, പക്ഷെ നീ അത് നിർവഹിച്ചില്ല. നീ വിചാരിച്ചു ഹുവ ഖൈറുൽ ലഹ്, അത് നിന്റെ ഖൈറാണ്, അല്ലാഹുവിൽ നിന്ന് നിഅമത്താണ്, അത് ഖൈറാണ് എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. പിശുക്കന്മാരായ ആളുകളെ, സകാത്ത് കൊടുക്കാതെ മുറുകി പിടിച്ച ആളുകളെ അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്താണ് എന്ന്, അതൊരു ഫദ്ലാണ് എന്ന് നീ വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ബൽ ഹുവ ശർറുൽ ലഹും, അല്ല അവർക്കത് ദോഷകരമായിട്ടുള്ള ഒന്നാ. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ആ പിശുക്കന്മാരായ ആളുകളുണ്ടല്ലോ, ആ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയരെ, ഇത് നരകത്തിലല്ല. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലല്ല. ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ അപമാനിക്കുന്ന രംഗമാണ് ഇത് പറയുന്നത്, നിന്ദയാക്കുന്ന രംഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എടുത്തു കാണിച്ചു തരുന്നത്.
അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്ന നിഅമത്ത്, അത് മറ്റുള്ള ആളുകൾക്ക് കൂടെ അതിൽ അവകാശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നു, യൗമ യുഹ്മാ അലൈഹാ ഫിന്നാരി ജഹന്നം, നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടു പഴിപ്പിക്കപ്പെടും. ഏത്? നമ്മുടെ ഈ സമ്പത്ത്, ഒരുക്കി വെച്ച ഈ സമ്പത്ത്. എന്നിട്ട് ആ സമ്പത്തുണ്ടല്ലോ, അതുകൊണ്ട് അവന്റെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും അത് ചൂട് വെക്കപ്പെടുകയും ചെയ്യുന്ന ആ ദിവസം, അവരോട് പറയപ്പെടും, ഈ ആളുകളോട്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ച് വെച്ചതാണ് ഇതെല്ലാം. അതിനാൽ നിങ്ങൾ ആ നിക്ഷേപിച്ച് വെച്ചിരുന്നത് ഇനി മുതൽ നിങ്ങൾ ഇത് ആസ്വദിച്ചു കൊള്ളുക എന്ന് ആ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരിമാരോട്, സഹോദരന്മാരോട്, അള്ളാഹ് തന്ന നിഅമത്താണെന്ന് കരുതി നമ്മളത് മൂടി വെക്കാനുള്ളതല്ല, ശേഖരിച്ചു വെക്കാനുള്ളതല്ല. ഒരു ഇച്ചിരി ഭാഗം, അതിന്റെ ഒരു ഇച്ചിരി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ദൂഷ്യഫലത്തെ കുറിച്ചാണ് ഒന്നാമത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഇനിയും ധാരാളമുണ്ട് സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച്, ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കുകയല്ല. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അഹങ്കാരികൾ. നാളെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യരാക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അഹങ്കാരികളായിട്ടുള്ള ആളുകൾ. അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഞാനൊരു അഹങ്കാരിയാണെന്ന് ആരും പറയാറില്ല, ഞാനൊരു അഹങ്കാരിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയാറില്ല. പക്ഷേ ആരാണ് അഹങ്കാരികൾ? നമ്മുടെ ചില സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ചില പെരുമാറ്റങ്ങൾ, സംസാരത്തിലും മറ്റും ഒരിക്കലും ഒരു ഗർവിനെ സ്വാധീനിക്കുന്ന ഒരു പ്രവർത്തനമോ ഒരു സംസാരമോ ഒരു നോട്ടമോ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല എന്ന കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറുൽ മുതകബ്ബിറൂൻ, കിബറന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. കിബറന്മാരായിട്ടുള്ള ആളുകൾ, അഹങ്കരിച്ച് നടന്ന ആളുകൾ അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമത്തി അംതാലദ് ദർ, ഖിയാമത്ത് നാളിൽ ഒരു ഉറുമ്പിന്റെ വലിപ്പത്തിലായിരിക്കും അവരുണ്ടാവുക. ഫീ സുവരിർ റിജാൽ, അവർ മനുഷ്യനാണ്, കയ്യും കാലും തലയും എല്ലാം ഉള്ള നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്, പക്ഷേ ഉറുമ്പിന്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. ആ രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാക്കി മാറ്റും. യഖ്ശാഹുമു ദുല്ലി മിൻ കുല്ലി മകാൻ, നാനാ ഭാഗത്തു നിന്നും അവനെ നിന്യത അവനെ ആവരണം ചെയ്യും, പരിഹസിച്ചു കൊണ്ടിരിക്കും ആളുകൾ ഈ ഉറുമ്പിന്റെ പോലത്തുള്ള മനുഷ്യനെ നോക്കിക്കൊണ്ട്. എന്താണ് ഈ കോലം, എന്താണ് ഈ രൂപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കും, അവഹേളിച്ചു കൊണ്ടിരിക്കും, നിന്ദനാക്കിക്കൊണ്ടിരിക്കും മുഴുജനങ്ങൾ മുഴുവനും. കാരണം അവൻ ജനങ്ങളെ ദുനിയാവിൽ വെച്ചുകൊണ്ട് പല ആളുകളെയും പരിഹസിച്ചിട്ടുണ്ട്, പല ആളുകളെയും കൊച്ചാക്കിയിട്ടുണ്ട്, പല ആളുകളെയും കളിയാക്കിയിട്ടുണ്ട്, പല രൂപത്തിൽ അവൻ അഹങ്കരിച്ച് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അവന്റെ പണം എനിക്കില്ല, എന്തുകൊണ്ട് അവന്റെ സമ്പാദ്യം എനിക്കില്ല, എന്തുകൊണ്ട് അവന്റെ കാർ എനിക്കില്ല, എന്തുകൊണ്ട് അവന്റെ അറിവ് എനിക്കില്ല. ഈ രൂപത്തിൽ അറിവിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ, തറവാടിത്വത്തിന്റെ പേരിൽ, വീടിന്റെ പേരിൽ, തോട്ടത്തിന്റെ പേരിൽ, അങ്ങനെ പല വിധേനയും പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും അഹങ്കരിക്കേണ്ടവനല്ല ഞാനും നിങ്ങളും, ഒന്നുകൊണ്ടും അഹങ്കരിക്കേണ്ടവനല്ല. അല്ലാഹുവിന്റെ റസൂൽ കരീം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റും മാ ഹും ബിബാലിഗീഹി, ഹൃദയങ്ങളിൽ തീർച്ചയായും അഹങ്കാരം മാത്രമുള്ള ആളുകളുണ്ടല്ലോ, അവർ അവിടെ എത്തുന്നതേയല്ല. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഈ വിഭാഗം ആളുകൾ എത്തൂല, ഒന്ന് വലിച്ചാൽ തീരുന്നതേയുള്ളൂ. നിങ്ങളുടെയൊക്കെ ശരീരം അല്ലേ, ഒന്ന് മേൽപോട്ട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താഴോട്ട് വന്നോളണമെന്നില്ല. അങ്ങനത്തെ മനുഷ്യനാണ് അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് വഴിക്ക് വീണാൽ തീരുന്നതേയുള്ളൂ അവന്റെ സമ്പത്തും അവന്റെ പഠനവും അവന്റെ സ്ഥാനമാനങ്ങളും മുഴുവനും. രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്ന ആളുകൾ സുബഹിക്ക് വിളിച്ചപ്പോൾ എണീക്കാത്ത മനുഷ്യർ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ പലപ്പോഴായി കേൾക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് പല രൂപത്തിൽ അഹങ്കരിച്ചു കിടക്കുന്നത്. സ്വത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ, സന്താനങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ ഇതൊന്നും നാളെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, അതായത് സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ആ ദിവസം. പിന്നെ എങ്ങനെയാണ്?
ഇല്ലാ മൻ അതല്ലാഹ് ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുക്കൽ വന്നു ചേർന്നവരൊഴികെ, ഒരു ഗർവുമില്ലാതെ ഒരു അഹങ്കാരവും ഇല്ലാതെ എളിമയോടുകൂടി തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് അവിടെ പ്രയോജനം ഉണ്ടാകും, അവർക്ക് അവിടെ സമാധാനം ഉണ്ടാവും. ആ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം എന്നുള്ളത്. അതുകൊണ്ട് അഹങ്കരിക്കേണ്ടവരല്ല ഞാനും നിങ്ങളും. ഒന്നിന്റെ പേരിലും നമ്മളെല്ലാം ശൂന്യരാണ്, ഒന്നുമില്ലാത്തവരാണ്. ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോകുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ പ്രാർത്ഥന കിട്ടേണ്ടവരാണ് ഞാനും നിങ്ങളും. എന്നിട്ടാണോ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പല ആളുകളെയും കാണുമ്പോൾ മാറി നടക്കുന്ന ആളുകൾ, ചില ആളുകൾ സൽക്കരിക്കുന്നിടത്ത് അഹങ്കരിക്കുന്ന ആളുകൾ? പ്രിയപ്പെട്ടവരെ, പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ, മറ്റൊരു വിഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് ഒരു സ്നേഹത്തിന്റെ സംസാരം, ഒരു കാരുണ്യത്തിന്റെ, ദയയുടെ ഒരു നോട്ടം പോലും ഇല്ലാത്തൊരു വിഭാഗം ആളുകൾ. ആരാണ് ആ ഒരു കാരുണ്യത്തിന്റെ നോട്ടമില്ലാത്ത, ആ ഒരു ദയയുടെ, ആ ഒരു അനുകമ്പയുടെ, ആ ഒരു നല്ലൊരു സംസാരം ലഭിക്കാത്ത ആളുകൾ? പ്രിയപ്പെട്ടവരെ, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. പരലോകത്ത് ആ ഒരു കാരുണ്യത്തിന്റെ നോട്ടം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ആ ഒരു ദയയുടെ ആ ഒരു സംസാരം, നല്ല രൂപത്തിലുള്ള ഒരു സംസാരം, ആ ഒരു നോട്ടം ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികൾ. പക്ഷെ ചില ആളുകൾക്ക് ആ റബ്ബിങ്കിൽ നിന്നുള്ള ആ ഒരു ദയയുടെ ഒരു നോട്ടവും കാരുണ്യത്തിന്റെ ആ ഒരു തിരുനോട്ടവും അത് ലഭിക്കപ്പെടാത്ത ചില ആളുകളുണ്ട്. അതാരാണ്? മൂന്നാമത്തെ വിഭാഗം, ദീനി കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും അതിലുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ദീനി കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ, വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു വിഷയം അത് പരിശുദ്ധ ഖുർആനിലുണ്ട്, അള്ളാഹുവിന്റെ തിരുസുന്നത്തിലുണ്ട്. ഞാനത് മനസ്സിലാക്കി അത് ശരിയാണെന്നൊരു ബോധ്യം എനിക്ക് വന്നു. പക്ഷേ എന്റെ കുടുംബത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല, എന്റെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞില്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞില്ല, എന്റെ കച്ചവട സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, മരണപ്പെട്ട സ്ഥലത്ത് ഞാൻ എന്റെ സഹോദരങ്ങളോട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചില്ല. ഹറാം ഉണ്ടായിരുന്നു അതില്, ഹലാലിനുണ്ടായിരുന്നതില്, പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്. വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ, അല്ലാഹു അവതരിപ്പിച്ച കാര്യങ്ങൾ അത് മറച്ചു വെക്കുകയും വയശ്തഊന ബിഹി തമനൻ ഖലീലാ, നിസാരമായി വിലക്ക് വിൽക്കുകയും ചെയ്യുന്നവരാരോ ആ ആളുകൾ ശ്രദ്ധിക്കണേ. തന്റെ ദീനിനെ മറച്ചു വെച്ച്, തന്റെ ആശയം പറഞ്ഞു കൊടുക്കാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ കോട്ടിമാട്ടുന്ന ആളുകളുണ്ട് എങ്കിൽ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നാളെ പരലോകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം, ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. ആ വിഭാഗം ആളുകൾ ഉണ്ടല്ലോ, അവരുടെ വയറുകളിൽ തിന്നു നടക്കുന്നത് നരകാഗ്നി അല്ലാതെ മറ്റൊന്നുമല്ല. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമഹ വലാ യുസക്കീഹിം. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയോ അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, ദീനി കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സത്യമായി എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അറിഞ്ഞ കാര്യങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റ ത്യാഗങ്ങൾ, പീഡനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും തൗഹീദ് വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് സൂചിപ്പിക്കാറില്ല. തൗഹീദിന്റെ ആദർശങ്ങൾ പരസ്പരം പറയാറില്ല. ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ കച്ചവട സ്ഥലത്ത് അത് പറഞ്ഞാൽ എന്റെ ജോലി പോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ, എന്റെ കമ്പനിയിൽ പറഞ്ഞാൽ അവിടെ എന്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ആളുകൾ, എന്റെ മാതാപിതാക്കളോട് അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ആ അനന്തര സ്വത്തിന്റെ ഭാഗം എനിക്ക് ലഭിക്കില്ല എന്ന് ഭയപ്പെടുന്ന ആളുകൾ, എന്റെ സഹോദരങ്ങളോടും സഹോദരികളോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബബന്ധം മുറിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ. സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി
ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സുഇല അൻ ഇൽമി, ഒരാൾ ഒരു അറിവ്, ഒരു ഫത്വ ഒരാളോട് ചോദിച്ചു, ഫകതമഹു, അപ്പോൾ ആ അറിവിനെ കുറിച്ച് അവൻ മറച്ചു വെച്ചു, അവൻ മൂടി വെച്ചു, അവൻക്കറിയാം, അതിനെ കുറിച്ച് അറിയാം, അവൻ മൂടി വെച്ചിട്ടുണ്ട് എങ്കിൽ അൽജമഹുല്ലാഹു ബിലിജാമിൻ മിൻ നാരി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തീ കൊണ്ട് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവരണം ചെയ്യുമെന്ന. ഒരു സമൂഹം വെറുത്താലും, ഒരു നാട് വെറുത്താലും, തന്റെ വേണ്ടപ്പെട്ടവർ വെറുത്താലും, മാതാപിതാക്കള് യഥാർത്ഥ വിശ്വാസത്തിന്റെ പേരിൽ വെറുത്തു പോയാലും ശരി, പ്രിയപ്പെട്ടവരെ, പറയുന്ന ആദർശങ്ങൾ ദീനിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ വിഭാഗം ആളുകൾ, പ്രിയപ്പെട്ടവരെ, കരാറുകൾ ലംഘിക്കുന്ന ആളുകളാണ്. കരാറുകൾ ലംഘിക്കുന്ന ആളുകൾ. ഞാൻ നിങ്ങളും ചിന്തിക്കുക, ഈ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ടോ, വല്ലപ്പോഴും വന്നിട്ടുണ്ടോ, വരാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല ആളുകളും കരാറ് ചെയ്യാറുണ്ട്. അത് ഏത് ചെറുതാവട്ടെ വലുതാവട്ടെ, തരാം എന്ന് പറയുന്ന ആളുകൾ, ഞാൻ കൊടുത്തോണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഞാൻ ഇന്ന സ്ഥലത്ത് എത്ര സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കാത്തു നിൽക്കും എന്ന് പറയുന്ന ആളുകൾ, ഇതൊക്കെ സ്വാഭാവികമായി നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യം, നമുക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനെക്കുറിച്ച് ആരും ഗൗരവം കാണിക്കാറില്ല. ഒരു വസ്തുവിനെ കുറിച്ചാവട്ടെ, ഒരു പണമാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തതാവട്ടെ, ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട്, ഒരു വിശ്വാസിയായ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ മറ്റൊരു മുഅ്മിനോട് ഇതേപോലുള്ള കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം തമനൻ ഖലീല, അല്ലാഹുവോടുള്ള കരാറും സ്വന്തം ശബ്ദങ്ങളും തുച്ഛവിലക്ക് വിൽക്കുന്നവരാരോ, ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരി ഉണ്ടാവില്ല, യാതൊരു ഓഹരി ഉണ്ടാവില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരുടെ നേർക്ക് നോക്കുകയോ ചെയ്യൂല എന്ന. പ്രിയപ്പെട്ടവരെ, വാക്കൊണ്ട് വഞ്ചന കാണിക്കുന്ന ആളുകൾ, മറ്റിതര രൂപത്തിൽ വഞ്ചന കാണിക്കുന്ന ആളുകൾ, അതുകൊണ്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, തരാമെന്നും വരാമെന്നും കൊടുക്കാമെന്നും ഇതേപോലുള്ള കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളെ വലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുനോട്ടം അവർക്ക് ലഭിക്കുകയും ചെയ്യൂല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യൂല. മറിച്ചോ വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയായ ശിക്ഷയുണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 തവണ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉരുവിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഇത് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളിലേക്ക് നോക്കൂല, അവരെ സംസ്കരിക്കൂല, അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട്. ആ സമയത്ത് മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആ വിഭാഗം ആളുകൾ? ഖാബു വ ഖസിറു, അവർ നഷ്ടക്കാരാണല്ലോ റസൂലേ, അവർ തുലഞ്ഞവരാണല്ലോ റസൂലേ. ഏതാണ് ആ വിഭാഗം ആളുകൾ? ഇനി ഈ പറയാൻ പോകുന്ന വിഭാഗം ഞാൻ പറഞ്ഞതല്ല. ഈ ലോകത്തിന്റെ നേതാവ്, ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്ന അഷ്റഫുൽ ഖൽഖ് സയ്യിദുന വ ഹബീബുന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ നോട്ടം കിട്ടാത്ത ആളുകൾ, അള്ളാഹു സംസ്കരിക്കാത്ത ആളുകൾ, ഒന്നാമത് എണ്ണി പറഞ്ഞു. ഒന്ന് അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് അത് പറയുമ്പോൾ ഒരു പുച്ഛായിരിക്കും, ചിലൊരു പ്രയാസമായിരിക്കും. നെരിയാണിക്ക് താഴെ വസ്ത്രം എടുത്തപ്പോൾ എന്താ ഒരു കുഴപ്പം എന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ. അള്ളാഹുന്റെ റസൂലിനോട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ദീനിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പരലോകത്തെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വിഷയം സൂചിപ്പിക്കാൻ യാദൃശ്കാരല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ. സൂക്ഷിക്കണേ, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യല്ല എന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസ്കരിക്കൂല അവനക്ക് തിരുനോട്ടം, റബ്ബിന്റെ ആ തിരുനോട്ടം കിട്ടൂല അവനക്ക്. അതുകൊണ്ട് മടക്കി വെക്കണം, കട്ട് ചെയ്യണം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞു. ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് വിശദീകരിക്കല്ല. പലപ്പോഴും പല ഹദീസ് ക്ലാസ്സുകളിലും മറ്റും കേട്ട ആളുകളാണ് ഞാനും നിങ്ങളും.
രണ്ടാമത്തെ വിഭാഗം ആളുകൾ വൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്ന ആളുകൾ. ഞാൻ അന്നല്ല ഓനക്ക് 10,000 കൊടുത്ത്, 20,000 കൊടുത്ത്, മറ്റേ സന്ദർഭത്തിൽ ഞാൻ അവനെ സഹായിച്ചില്ലേ, സക്കാത്തിന്റെ വിഹിതം ഞാൻ അവനക്ക് കൊടുത്തില്ലേ, റമദാൻക്ക് സദഖ ഞാൻ അവനക്ക് കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദരനാവട്ടെ, കുടുംബക്കാരാവട്ടെ, മഹല്ലുകാരാവട്ടെ, ആരായിക്കോട്ടെ, കൊടുത്തത് എടുത്തു പറയുന്ന ആളുകൾ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. സത്യവിശ്വാസികളെ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. ഞാൻ കൊടുത്തതുണ്ട് എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എന്റെ പരലോകത്ത് എന്റെ അക്കൗണ്ടിൽ അത് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ അത് നഷ്ടപ്പെടുത്തി കളയുന്ന പല ആളുകൾ സക്കാത്തായിട്ടും സ്വതക്കായിട്ടും മറ്റു രൂപത്തിലൊക്കെ ആയിട്ടൊക്കെ ഹദിയൊക്കെ ആയിട്ട് പല രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാകും. അത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സ്പ്രെഡാക്കി പബ്ലിസിറ്റി ചെയ്ത് മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടരോട് പറയാ, നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തി കളയല്ലേ, നിഷ്ഫലമാക്കി കളയല്ലേ. നിങ്ങളുടെ കയ്യിൽ അതുണ്ട്, പരലോകത്ത് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരുപാട് ശിക്ഷകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചു തരുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. ധാരാളം കാര്യങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ വന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേപോലെ അറിവില്ലായ്മയുടെ പേരിൽ പല തെറ്റുകളും പല കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അതിന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഉണർത്തുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. പറയുക, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനും. അതുകൊണ്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, പാപമോചനം തേടുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മുക്തരാവാൻ നമ്മൾ ശ്രമം നടത്തുക. ജീവിതത്തിൽ അത് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്, തലാതത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ അൽ ആഖിലു വാലിദൈഹി വൽ മർഅത്തുൽ മുതറജ്ജില വദ്ദുയൂർ. 3 കാര്യങ്ങൾ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്ന്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കാത്ത, സംസ്കരിക്കാത്ത ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗം ആളുകൾ 3 എണ്ണി പറഞ്ഞു. അതിൽ ഒന്ന് പ്രവാചകൻ എണ്ണി പറഞ്ഞത് അൽ ആഖിലു വാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. വാർദ്ധക്യം പ്രാപിച്ച് നമ്മുടെയൊക്കെ അടുത്തുണ്ടാകുന്ന ഉമ്മയാണോ അല്ലെങ്കിൽ ഉപ്പയാണോ, ഇങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടാകും, നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകും. നമ്മുടെ നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടൊന്നും ഒരു പ്രയാസവും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. അത് പറയേണ്ട ഒരു ആവശ്യമില്ല, ഒരു ഖുതുബ തന്നെ നിർബന്ധമാണ്. ഒരു പക്ഷെ നമ്മൾ ഖുതുബകളിലൂടെ ധാരാളം കേട്ടതാണ്, വലിയൊരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ഒന്നാണ് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത്. 10-30 വയസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത് ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട് എങ്കിൽ അവനാണ് ഏറ്റവും വലിയൊരു ഭാഗ്യവാൻ. ഒരു 40 വയസ്സായ ഒരുത്തൻ്റെ അടുത്ത് ഉമ്മയും ഉപ്പയും ഉണ്ട് എങ്കിൽ അവനാണ് ഈ ഭൂമിയിലെ വലിയൊരു ഭാഗ്യവാൻ. സ്വർഗം നേടിയെടുക്കാൻ ആ 2 മാത്രം മതി.
അതുകൊണ്ട് അവരോടുള്ള കടമകളും കടപ്പാടുകളും ഏതൊക്കെ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുമോ ആ രൂപത്തിൽ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവർ പ്രാർത്ഥിക്കണമെന്നില്ല, നമുക്കെതിരെ പ്രാർത്ഥിക്കണമെന്നില്ല. അതിന്റെ ഉത്തരവാദിത്തം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. അതിന്റെ അനന്തരഫലം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ അനന്തരഫലം ഈ ഭൂമിയിൽ നിന്നത് ആരാണെങ്കിൽ പോലും അവനത് അനുഭവിച്ചേ പോകൂ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. രണ്ടാമത്തേത് എൻ്റെ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത് വൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ. ഇന്ന് +2-നും +1-നും അതേപോലെ തന്നെ 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ജീൻസ് പാന്റും ടീഷർട്ടൊക്കെ ഇട്ട് റോട്ടിലൂടെ നടക്കുമ്പോൾ അത് മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ തിരുനോട്ടം കിട്ടാത്ത മക്കളാണവർ. നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത മക്കളാണത്. അത് ഏത് വ്യക്തിയാണെങ്കിലും, ഏത് സംഘടനയുടെ നേതാക്കന്മാരാണെങ്കിൽ പോലും, ഏത് ആദർശക്കാരാണെങ്കിൽ പോലും, മുസ്ലിമാണോ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. രക്ഷപ്പെടാൻ വേണ്ടി വിശ്വാസികളോട് ഉണർത്തുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് ആ കോലത്തില മഫ്ത ധരിച്ചതുകൊണ്ട് മാത്രം ഒരു പെണ്ണ് മുസ്ലിം ആവുന്നില്ല. മഫ്ത ധരിച്ചിട്ടുണ്ടാകും, പകരം അതിനോട് കൂടെ ജീൻസ് പാന്റും ടീഷർട്ടും ധരിച്ചുകൊണ്ട് അങ്ങാടികളിലൂടെയും റോഡുകളിലൂടെയും അതേപോലെ തന്നെ കല്യാണ സദസ്സുകളിലും വിരുന്നുകളിലൊക്കെ പോകുന്ന നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാര് ശ്രദ്ധിക്കണം. വൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ലാ യൻദുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തേത് വദ്ദുയൂസ്, കൂട്ടിക്കൊടുപ്പുകാരന്റെ ഭാര്യ. അതും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇന്ന് സ്ത്രീകൾ സ്വന്തം ഭർത്താവിന്റെ കൂടെയും മക്കളുടെ കൂടെയും ഭാര്യന്റെ കൂടെയും മറ്റുള്ള സ്ത്രീകളുടെ കൂടെയും എല്ലാമായി യൂട്യൂബുകളിൽ വരസിക്കൊണ്ടിരിക്കുകയാണ്. മോശപ്പെട്ട വസ്ത്രങ്ങളും ധരിച്ചും അഭിനയിച്ചും പാട്ടുപാടിയും മറ്റിതര രൂപത്തിലുള്ള കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകളെ കാണിക്കാനുള്ളതല്ല നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ ഭാര്യമാര്, മറ്റുള്ള ആളുകൾ ആസ്വദിക്കുവാൻ വേണ്ടിയുള്ളതല്ല. ശ്രദ്ധിക്കണം. എൻ്റെ മോള്, എൻ്റെ ഭാര്യയ്ക്ക് ഇത്രമാത്രം ലൈക്ക് കിട്ടിയിട്ടുണ്ട്, ഇത്ര സബ്സ്ക്രൈബ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഈ ദുനിയാവിൽ താൽക്കാലികമായിട്ടുള്ള ഒരു കൺകുളിർപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഖേദിക്കുന്ന ഭർത്താക്കന്മാര്, അതിന്റെ പേരിൽ ഖേദിക്കുന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇതേപോലെയുള്ള അന്യ ആളുകളുടെ മുമ്പിൽ ഈ എഴിഞ്ഞാടാൻ വേണ്ടി സമ്മതിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ പോലും നാളെ പരലോകത്ത് കാരുണ്യത്തിന്റെ തിരുനോട്ടം ആ ഒരു വിഭാഗം ആളുകൾക്ക് ലഭിക്കുകയില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ ഷർറുകളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ ദീൻ പഠിക്കാൻ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾക്ക്, ജ്യേഷ്ഠനുജന്മാർ, ബന്ധുമിത്രാദികൾ, ആദർശ സുഹൃത്തുക്കൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായി ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികളായ മുസ്ലിമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശാന്തിയും സമാധാനവും ഖൈറും ബർക്കത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫി അംരിനാ വതബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ ഖാഫിരീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ദുനൂബനാ വസ്തിർ ഉയൂബനാ ويسر أمورنا وبلغنا فيما يرضيك آمالنا. اللهم اغفر لنا ولوالدينا ووالديهم وذرياتهم وأزواجنا وذرياتنا إنك سميع الدعاء. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر لهم وارحمهم وعافهم واعف عنهم وأكرم نزلهم ووسع مدخلهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا ووالدينا والمؤمنين عذاب القبر والنار. وصلى اللهم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.